വോയിസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണ ടിപ്സ് കൊടുക്കും? ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ളതൊക്കെ പറഞ്ഞു മെഡിസിൻ ഒക്കെ. പിന്നെ എനിക്കൊന്ന് വോയിസ് റെസ്റ്റ് അധികം എടുക്കാൻ അങ്ങനെയൊക്കെ ചിലപ്പോ ഓർമ്മയില്ലേ ഓർമ്മിപ്പിക്കാറുണ്ട്. ചിലപ്പോ അധികമായിട്ട് സംസാരിക്കുമ്പോ ഓർമ്മിപ്പിക്കാതെ വല്ലാണ്ട് സ്ട്രെയിൻ എടുക്കുമ്പോ ഒരു റെസ്റ്റ് ഇടയ്ക്ക് വേണ്ടി വരില്ല ചേച്ചി. അപ്പൊ അത് മാത്രം. റെക്കോർഡിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്ന മാക്സിമം റെസ്റ്റ് കൊടുക്കും? അങ്ങനെ ഒരു സ്പെഷ്യൽ റെസ്റ്റ് അങ്ങനെയൊന്നുമില്ല. റെക്കോർഡിംഗ് നന്നായിട്ട് കുക്ക് ചെയ്യും. ദേഷ്യം വരും? നന്നായിട്ട് ദേഷ്യം വരും. ഞാനും മോശമൊന്നുമില്ല. രണ്ടുപേരും ദേഷ്യപ്പെടും. രണ്ടുപേർക്ക് രണ്ട് തരത്തിലുള്ള വരുമ്പോ ഒച്ച വെക്കേണ്ടി വരില്ലേ? പക്ഷെ ഒച്ചയെടുത്തുള്ള ദേഷ്യമല്ല. ഒച്ച എടുക്കില്ല ഞാൻ അധികം. ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പരസ്പരം. അതാണല്ലോ പ്രധാനം. ആക്ച്വലി രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. അപ്പം അത് രണ്ടും കൂടി ചേർന്നിട്ടൊരു ബാലൻസ് പറയാതിരിക്കാൻ വയ്യ. സിത്താര എക്സ്ട്രീം ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് പറയാമോ? പിന്നെ അതായത് ഭയങ്കര ഇനേഴ്ഷ്യയാണ്. ഒരു കാര്യത്തിൽ നിന്ന് വിട്ട് പുതിയൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടാനോ അങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കില്ല. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാനാണെങ്കിൽ ഭയങ്കര എല്ലാത്തിനും ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാനൊക്കെ ആഗ്രഹവും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അത് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് അബ്നോർമലി മറ്റേ ഈ വായിച്ച പുസ്തകങ്ങളും കണ്ട സിനിമകളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യും. കുറച്ച് എംപത്തറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ അങ്ങനെ ചെയ്യാൻ പാടുന്നതിലപ്പുറം ആയിട്ടും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. വല്ലാതെ ഇമോഷണൽ ആവും. ഇപ്പം വിഷമമുള്ള ഒരു കാര്യം കണ്ടാലോ അല്ലെങ്കിൽ പ്രയാസപ്പെട്ട ഒരു വ്യക്തിനെ കണ്ടാലോ, ഒരു ചെറിയ കൊച്ചുകുട്ടി റോഡ് സൈഡിൽ നിന്നാലോ അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരാള് ഭക്ഷണം കഴിക്കുക വിശക്കുന്നു പറഞ്ഞാൽ അപ്പൊ കരയാൻ തുടങ്ങും. അത്രയും ഇമോഷണലാണ്. അത് കുറച്ച് അബ്നോർമൽ ആയിട്ട് ഞാൻ പലപ്പോഴും നേരെ തിരിച്ചാ. ഞാൻ കുറച്ച് ഇമോഷണൽ ആവാറുണ്ട്, എന്നാലും കുറച്ചുകൂടെ റിയലിസ്റ്റിക്കും പ്രാക്ടിക്കലും ആണ്. അപ്പൊ രണ്ടും കൂടി ചേർന്നിട്ട് സിത്താരയുടെ കൂടെ കൂടിയതിനു ശേഷം ഞാൻ കുറച്ചും കൂടെ മയപ്പെട്ടു. നേരെ തിരിച്ചു കുറച്ചും കൂടെ. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ സിത്താരയുടെ അച്ഛൻ ആ ക്യാരക്ടറാണ്. വളരെ സോഫ്റ്റ് ആണ്, വളരെ മൈൽഡാണ്, എല്ലാവരോടും ഭയങ്കര ദയും ദീനാനുകമ്പയുള്ള ആളാണ്. അമ്മ പക്ഷെ കുറച്ച് ബോൾഡാണ്. അപ്പൊ അമ്മയില്ലായിരുന്നെങ്കിൽ ഇതുവരെയും, ഞാനില്ലായിരുന്നു ഇതിനു ശേഷവും സിത്താര ബുദ്ധിമുട്ടിയേനെ. അപ്പൊ ഇപ്പൊ സൊസൈറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തേനെ. വല്ലാണ്ട് ഡിസ്റ്റർബ്. ഡൽഹി ഇഷ്യൂ ആണെങ്കിലും ഇപ്പൊ മലപ്പുറത്ത് നടന്ന ചെറിയ കുട്ടിയുടെ കാര്യമൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോ മൈക്കിൾ ജാക്സൺ മരിച്ചിട്ട് ഒരാഴ്ച കരഞ്ഞോണ്ട് നടന്നു. അല്ലെ എന്താ ഞാൻ പറഞ്ഞു ചേച്ചി, അബ്നോർമലി ചിലപ്പോ ഡിപ്രഷനിലേക്കൊക്കെ പോകാറുണ്ട് ഞാൻ. അപ്പൊ ആ ഒരു ബാലൻസ് എനിക്കിപ്പോ ശരിയാവുന്നത് എന്റെ ഒരു നോർമാലിറ്റി കൊണ്ടാണ് തോന്നുന്നു. ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ സിത്താരനാണ് കിട്ടുന്ന ആ പ്രോഗ്രാം നടക്കില്ല. ഞാൻ പലപ്പോഴും ആ ഫോൺ കോൾസ് ഒക്കെ എടുക്കാം. എന്നിട്ട് പലപ്പോഴും ഞാൻ തന്നെ അതങ്ങ് കമ്മിറ്റ് ചെയ്യും. എന്നിട്ട് പറയും ഞാനിങ്ങനെ പ്രോഗ്രാം വെച്ചിട്ട് നീ പാടിയാ പറ്റുമെന്ന് പറയും. ഭയങ്കര പാടിയാ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഈ പാട്ടിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ആരെയും പറഞ്ഞിരുന്നു നേരത്തെ? ഈ പാട്ട് പാടിയ സമയത്ത്, ഇത് പുറത്തിറങ്ങിയ സമയത്ത് ഒരുപാട് പേര് ഇങ്ങനൊരു ആഗ്രഹം, ഇതിനൊരു അവാർഡ് കിട്ടാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടും അതിന്റെ ആഗ്രഹങ്ങളും ഒക്കെ ഒരു പ്രാർത്ഥന പോലെ എന്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ പാടി തുടങ്ങുന്നല്ലോ. അതുകൊണ്ട് എന്റെ ആലോചനയിൽ എവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് പാടിയപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല? ഇല്ല, ഒരിക്കലും ഇല്ല. അവാർഡ് അങ്ങനെ ഒരു ഡിസ്കഷൻ അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഞാനിങ്ങനെ എനിക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാ, ഒരു കുറെ കൂടിയൊക്കെ കച്ചേരികൾ ചെയ്യുക, അതിന്റെ ഇടയിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ സിനിമയിൽ പാടുക, ആ രീതിയിൽ ഇങ്ങനെ എപ്പോഴും മ്യൂസിക്കിൽ ഇങ്ങനെ ഉണ്ടാവണം, അതിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഈ പാട്ട് വന്നപ്പോ എല്ലാവരും അവരുടെ ഒരു സന്തോഷമൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. മറ്റു ലാംഗ്വേജിൽ പാടുമ്പോ ആ ഭാഷ മലയാളത്തിൽ എഴുതിയെടുക്കും? മലയാളത്തിൽ എഴുതിയെടുക്കും. ഈ കന്നഡമൊക്കെ മലയാളത്തിൽ എഴുതിയെടുക്കും? എല്ലാം മലയാളത്തിൽ തന്നെ എഴുതിയെടുക്കും. എനിക്ക് തോന്നുന്നു തെലുങ്കാണ് കുറച്ചും കൂടി എളുപ്പമായി തോന്നിയിട്ടുള്ളത് പറയാൻ. തമിഴ് നമ്മൾ കുറച്ചും കൂടി പരിചയമുള്ള ഭാഷയാണെങ്കിലും അക്ഷരങ്ങളുടെയൊക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് താമര മാമിനെ പോലെയുള്ളവരായിരുന്നു ലിറിസിസ്റ്റുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് വന്ന് കൃത്യമായിട്ട് അവരിങ്ങനെ മനസ്സ് പറിച്ചെഴുതണ മാതിരി അവരുടെ മൊത്തം ബോഡി ലാംഗ്വേജും തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അവര് കാണിക്കുന്ന അടുപ്പവും നീതിയൊക്കെ ആ പാട്ടിനോട് പുലർത്തിയല്ലേ പറ്റുള്ളൂ. കൂടുതലും മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണ് പാടിയിട്ടുള്ളത്, അതോ? മെലഡികളും ഉണ്ട്, വെസ്റ്റേൺ മെലഡികളും ഉണ്ട്, പിന്നെ അല്ലാണ്ട് ഫാസ്റ്റ് സോങ്സും ഉണ്ട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാടും മായാമോഹിനിയൊക്കെ. മേരിക്കൊണ്ടൊരു കുഞ്ഞായിട്ടുള്ളത് ഏത് പാട്ടാണ് സിത്താരയുടെ? പഞ്ചാരച്ചിരി കൊണ്ട്. ഒന്ന് പാടോ. പഞ്ചാരച്ചിരി കൊണ്ട് കണ്ണാടി കവിളത്ത് തിരയിടുമേഴു നിറം, കയ്യാല കിളിയുടെ തെയ്യാര കളി കണ്ട് ചിറകിടുമേഴു സ്വരം, പൂന്തുകിലുകൾ ഉലയണ പോലെ തേൻകുമിളകൾ അലിയണ പോലെ ഈ കോടുണരുമ്പോൾ
നിനക്കും എനിക്കും എന്തിണക്കം, നിന്റെ കുണുക്കും അല്ലുക്കും എന്തു തിളക്കം. പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ പക്ക പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ. കൂടെ പോവോ റെക്കോർഡിങ്ങിന്? ഓൾമോസ്റ്റ് റെക്കോർഡിങ്ങിനും പ്രോഗ്രാമിനും എല്ലാത്തിനും ഞാൻ മാക്സിമം കൂടെ പോകാൻ നോക്കും. കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് പോവാനും കാണാനും. അതിൽ കൂടി എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ജോലി കഴിഞ്ഞിട്ടുള്ള ഇടവേളകൾ പരമാവധി ഇത്തരം ആക്ടിവിറ്റീസിന് വേണ്ടി പലപ്പോഴും ജോലി തന്നെ ചില എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അത്യാവശ്യം ലീവ് എടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ തിരിച്ചു വന്ന് ഒരു ഓവർ വർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോ. അത് പക്ഷെ സിതാരയുടെ കൂടെ പോകുമ്പോ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പാട്ട് കേൾക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക, പിന്നെ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതിന്റെ എന്താ പറയുക കുറച്ച് വായിക്കുക, ഇതൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ. അതൊരു ഗായികയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു റെക്കഗ്നേഷൻ ആണ് കേട്ടോ. കാര്യം പലരും നമ്മുടെ ഇടയിൽ കണ്ടിട്ടുണ്ട് ഞാൻ. കല്യാണം കഴിയണവർ ആ പാട്ട് ആസ്വദിച്ച് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഇനി പാടണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് വിഷയമാണ്. ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ആ വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ടോർച്ചറിയാണ് സമൂഹത്തോടും. അല്ലേ? നല്ല പാട്ട് സമൂഹത്തിനേക്കാളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ നമ്മള് തീർച്ചയായിട്ടും അല്ലെ അവരുടെ ഒരു ശരിക്കും അവരുടെ ഒരു ആത്മാവിന്റെ സന്തോഷമാണ് അവർക്കറിയാവുന്ന ഒരു പ്രൊഫഷൻ. അത് പാട്ടോ വേറെ എന്തുമായിക്കോട്ടെ അല്ലെ. ഇനി മുതൽ അത് ചെയ്യണ്ട എന്ന് പറയുമ്പോ അവരെ പിടിച്ചൊരു കൂട്ടിനകത്തിട്ട് എന്റെ കൺട്രോൾ നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുള്ളത് ഒരു ഗായികയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് പാടുവോ? പാടാം. ശരീരമായിട്ടില്ല പാട്ട് പാട്ട് ഇതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ, ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ 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 ഏനോ ഏനോ നേനേനോ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം. കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ, കാവളം കിളിക്കാതിലെ ചൊല്ലണ കണ്ണിലിത്തിരി കൺമഷി വേണ്ടെന്ന്, കുമ്പിളിൽ പൂമണവുമായെത്തണ കാറ്റുമൂളണ് കരിവള വേണ്ടെന്ന്. എന്തിനാവോ ഏതിനാവോ എനിതൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാര പൂങ്കുയിലേ, ഏനുണ്ടോടി ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം. കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. റെക്കോർഡിങ്ങിന് പാടുമ്പോൾ കണ്ണടച്ചാണോ പാടുന്നത്? ചിലപ്പോഴൊക്കെ ചേച്ചി വരികൾ പരമാവധി പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്തിട്ട് പിന്നെ കണ്ണടച്ചിട്ട് പാടും. ഓക്കെ, സന്തോഷം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.